നല്ല ഒന്നാന്തരം കയറാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾക്ക് തൂങ്ങി മരിക്കാൻ ഇത് മതി. ദാ ഇത് നോക്ക്, നല്ല മൂർച്ചയുള്ള കത്തി. ജ്യോതിയോടൊപ്പം ജീവിച്ച് ജീവിതത്തിന്റെ സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ട് ഭ്രാന്തെടുത്ത് നിൽക്കുമ്പോ സ്വയം കുത്തി മരിക്കാൻ ഈ കത്തി ഉപയോഗിക്കാം. ഈ വിഷം ഇതിന്റെ കാൽ ഭാഗം പോലും വേണ്ട ഒരാനയെ കൊല്ലാൻ. അവളോടൊപ്പം ജീവിച്ച് നിങ്ങളുടെ ജീവിതം ദുരിതത്തിന്റെ നടുക്കയറ്റി നിൽക്കുമ്പോ ഈ വിഷത്തിന്റെ 4 തുള്ളി മതി നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്ത് സ്വയം രക്ഷപ്പെടാൻ. അവൾക്ക് മുൻപിൽ നിങ്ങളിപ്പോ ഒരു കിഡ്നാപ്പറാണ്. അവളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കല്യാണം കഴിച്ച ദുഷ്ടനാണ്. നിങ്ങൾ എന്നോട് കാണിച്ച ചതി, അത് അവളിലൂടെ നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തന്നു. ജീവിതത്തിനോട് എന്നും പൊരുതി ജയിച്ചവനാ ഞാൻ. ഒരു പേമാരിയും പ്രളയവും DKയുടെ ജീവിതത്തെ തൊടില്ല. ഒരു ഉരുൾപൊട്ടലിലും ഒഴുകി ഒലിച്ചു പോവില്ല ഈ DK. നിന്റെ സമ്മാനം ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ എനിക്കൊരു സ്വഭാവമുണ്ട്. എനിക്കാരെന്ത് സമ്മാനം തന്നാലും ഇരട്ടിയായിട്ട് ഞാനത് തിരിച്ചു കൊടുക്കും. അപ്പോ നിന്റെ ഈ സമ്മാനത്തിന് പകരം ഞാനൊരു സമ്മാനം തരണ്ടേ? തരാം, ഇപ്പൊ തരാം. മനുഷ്യന് നന്നാവാൻ ഒരു വാക്ക് മതി. പോത്തിനും കാളയ്ക്കും വള്ളിച്ചൂരിൽ കൊണ്ടുള്ള അടി. പക്ഷേ നായ്ക്ക് നന്നാവാൻ ഇതൊന്നും പോരാ. കുരയ്ക്കുമ്പോഴെല്ലാം കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടേയിരിക്കണം. ശാപം കിട്ടിയ തെരുവ് നായുടെ ജന്മ നിന്റേത്. നാട്ടുകാരുടെ കല്ലേറുകൊണ്ട് മരിക്കാൻ വിധിക്കപ്പെട്ട പേ പിടിച്ച നായാണ് നീ. ഇതേപോലെ കഴുത്ത് ഞെരുക്കി കൊല്ലും ഞാൻ. നിന്നെ ഞാനേ ഇപ്പൊ കൊല്ലാതെ വിടുന്നത് നിന്റെ അനിയത്തി എന്റെ മരുമകളായതുകൊണ്ടാ. മനസ്സിലായോടാ? നിന്റെ ഈ സമ്മാനം ഞാൻ സൂക്ഷിക്കും. എന്നിട്ട് സമയാവുമ്പോ നിനക്ക് തന്നെ ഞാനത് തിരിച്ചു തരും. ഇറങ്ങി പോടാ. എടാ പോടാ, ഇറങ്ങി. ഇനി മേലിൽ എന്റെ മുമ്പിൽ ഇതുപോലെ വന്ന പട്ടിയെ പോലെ തല്ലി കൊല്ലും ഞാൻ. അവളുണ്ടല്ലോ ആ ജ്യോതി, എങ്ങോട്ടെറിഞ്ഞാലും ബൂമറാങ് പോലെ തിരിച്ചു വന്ന് നിങ്ങളെ ചങ്കിനടിക്കും.
ആ സമയത്ത് എന്റെ ഈ സമ്മാനം നിങ്ങൾക്കൊരുപാട് ഉപകരിക്കും. ചെയ്യരുത് പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. എന്നൊന്നും ചെയ്യരുത്. പ്ലീസ് എന്നൊന്നും ചെയ്യരുത്. ഈ 5 മീറ്റർ നീളമുള്ള സാധനം കണ്ടുപിടിച്ചവനെ എന്റെ കൈ കിട്ടിയോണ്ടല്ലോ. എന്തൊരു പാടായി പ്ലേറ്റ്സ് എടുക്കാൻ. ഒരിടത്ത് ശരിയാകുമ്പോ വേറൊരിടത്ത് ശരിയാവില്ല. അല്ല, അമ്മ എന്തിനാ എന്നോട് ഇപ്പൊ റെഡിയാവാൻ പറഞ്ഞേ? ഹായ് ബേട്ടി. വാട്ട് ഈസ് ദിസ്? യു ഡു നോ സാരി ഉടുക്കൽ? എന്റെ അമ്മേ, ഒന്നും പറയണ്ട. അമ്മേ, ഞാൻ ഈ സാരി തന്നെ ഉടുക്കണോ, ചുരിദാർ ഇട്ട പോരെ? നോ 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 മൈ ഡോട്ടർ. ഇന്ന് നിങ്ങളുടെ മാരേജ് കഴിഞ്ഞതിന്റെ ഫസ്റ്റ് ഡേ ആണ്. ഒരുമിച്ച് ലൈഫ് തുടങ്ങും മുമ്പ് മൈ ലിറ്റിൽ കണ്ണന്റെ സപ്പോർട്ട് വേണം. എന്റെ അമ്മേ, ഇന്ത്യയും പാകിസ്ഥാനും പോലെയാ ഞാനും DKയും. ഒരുമിച്ചൊരു ലൈഫ് തുടങ്ങാന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെന്നാ മതി. അമ്മ ഈ പുലിമുരുകനിലെ വരയൻ കടുവയെ കണ്ടിട്ടുണ്ടോ? അതാണ് ഐറ്റം. കടിച്ചങ്ങ് കടഞ്ഞോളയും. പിന്നെ മുടിയും നഖവും മിച്ചം കിട്ടിയ ഭാഗ്യം. മോളെ, ഏത് കടുവയും ക്യാറ്റിനെ പോലെയാവും സ്വന്തം വൈഫിന്റെ മുമ്പിൽ. ഒരു പെണ്ണ് വിചാരിച്ചാൽ മെരുങ്ങാത്ത ഏത് ടൈഗറാ ഇവിടെയുള്ളത്? പുലിയെ പോലെ ഗർജിക്കും, പക്ഷേ ഭാര്യയുടെ മുന്നിൽ പൂച്ചയെ പോലെ പതുങ്ങും. DK വരച്ച വരയെ കൊണ്ടുവരാൻ നിനക്ക് പറ്റും. അതിനെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ദിസ് മദർ വിത്ത് യു. പിന്നെ മോളെ താഴേക്ക് ഒരുക്കിക്കൊണ്ട് പോവാനേ ആ താരം ചിത്രേ ഇപ്പൊ വരും. മോള് പിണക്കൊന്നും വിചാരിക്കണ്ട കേട്ടോ. എനിക്ക് അവരോട് ഒരു പിണക്കവും ഇല്ലമ്മേ. അവരെന്റെ ശത്രുക്കളും അല്ല. അവരെന്നെ ശത്രുവിനെ പോലെ കാണുന്നത്. അതൊക്കെ മാറും, നമുക്ക് മാറ്റാന്നേ. മോൾ അവരുടെ അമ്മായിയമ്മയാ. അവർക്ക് മുകളില ഈ വീട്ടിൽ മോടെ സ്ഥാനവും അധികാരവും എല്ലാം. അത് ഓർമ്മ വേണം എപ്പോഴും. അമ്മേ, എനിക്കൊരു സ്ഥാനവും വേണ്ട. അവരൊക്കെ എന്നെക്കാളും മുൻപേ ഈ വീട്ടിൽ വന്നവരാ. ഞാൻ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്നാ എന്റെ പ്രാർത്ഥന.
അത് നിന്റെ നല്ല മനസ്സ്. മൂന്നിനെ ഞാൻ നല്ലതുപോലെ ഒന്ന് ഉപദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിന്റെ അടുത്തേക്ക് ഒന്നിനും വരില്ല. ആ, മോൾ റെഡി ആവുമ്പോഴേക്കും ഞാൻ നിന്റെ ഭർത്താവിനെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കട്ടെ. അല്ല, ഞങ്ങളുടെ അമ്മായിയമ്മ ഇതുവരെ റെഡിയായില്ലേ? അവളെ ഒരുക്കി റെഡിയാക്കാനല്ലേ നിങ്ങളോട് വരാൻ പറഞ്ഞത്. വേഗം ഒരുക്കി പൂജാമുറിയിലേക്ക് കൊണ്ടുപോവാ. ഞാനേ DK വിളിച്ചോണ്ട് വരട്ടെ. അയ്യോ, ഇതെന്തു പറ്റി? ഇതുവരെ സാരി എടുത്ത് തീർന്നില്ലേ? ഒന്നേന്നഴിച്ച് ഞങ്ങൾ നന്നായിട്ട് ഉടുപ്പിച്ചു തരട്ടെ. ദേ ഊതല്ലേ മരുമക്കളെ, രണ്ടിന്റെ ഉള്ളിലിരിപ്പേ എനിക്കറിയാം ഏട്ടാ. അമ്മ നിർബന്ധിച്ചിട്ടാ ഇങ്ങോട്ട് വന്നേന്ന് എനിക്കറിയാം. എനിക്ക് സാരി ഉടുക്കാനൊക്കെ അറിയാം, പക്ഷെ ചിലപ്പോ ഒന്ന് പണിവാളും. എങ്ങനെ നോക്കിയിട്ടും ഈ പ്ലീറ്റ് എടുക്കുന്നൊന്നും ശരിയാവുന്നില്ല. ഒരു സാരിയുടെ പ്ലേറ്റ് എടുക്കാൻ അറിയാത്ത നീ അമരാവതി കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നാ ഞങ്ങളുടെ പേടി. നിന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ലോ ആണോ ഇത്? പിന്നെ ജനിക്കുമ്പോ തന്നെ എല്ലാവരും എല്ലാം പഠിച്ചിട്ടാണല്ലോ ഈ ഭൂമിയിലേക്ക് വരുന്നത്. മരുമക്കളെ, പെണ്ണുങ്ങള് ബുള്ളറ്റ് ഓടിക്കുന്നില്ലേ? ബോംബർ വിമാനങ്ങൾ വരെ പറത്തുന്നില്ലേ? പിന്നെയാണോ നിങ്ങളെപ്പോലെ 3 ചീള് മരുമക്കളുള്ള ഈ കുടുംബം എനിക്ക് നേരെയാക്കാൻ പറ്റാത്തത്? സമയം വരട്ടെ, എല്ലാത്തിനും ഞാൻ ശരിയാക്കി തരാം. ഇപ്പോ മരുമക്കൾ ഈ സാരിയുടെ പ്ലീറ്റ്സ് ഒന്ന് ശരിയാക്കിത്താ. പിടിക്കേ, വേഗം വേണം കേട്ടോ. എന്റെ ഭർത്താവ് DK ഇപ്പൊ റെഡിയായി വരും. ഇന്ന് ഞങ്ങളുടെ ലൈഫ് ഒരുമിച്ച് തുടങ്ങുന്ന ദിവസമല്ലേ? നന്നായിട്ട് പ്രാർത്ഥിച്ച് തുടങ്ങണമെന്നാണല്ലോ പ്രമാണം. ഓ, ഒരുമിച്ച് ലൈഫ് തുടങ്ങാൻ കാത്തിരിക്കുന്നു. നിന്നെ ഞങ്ങള് ശരിയാക്കി തരാടി. അല്ല, DK 1 കോടി രൂപ തന്നാ നീ ഈ വീട് വിട്ടു പോവോ? പിന്നല്ലാതെ എപ്പോ പോയിന്ന് ചോദിച്ചാ മതി. 1 കോടി രൂപയും വാങ്ങി ഞാൻ ആടിച്ച് പൊളിച്ചങ്ങ് ജീവിക്കൂലേ? അയ്യ, 1 കോടി വാങ്ങാൻ നീ ഇവിടെ അങ്ങ് കാലം നീട്ടിയിരിക്കും. ഇപ്പൊ കിട്ടും. മിക്കവാറും തന്നെ DK 1 കോടി അങ്ങ് പുതപ്പിക്കും. പ്ലീറ്റ്സ് റെഡിയായി. ചിത്ര, പിന്നെ അയ്യോ, വേദനിച്ചോ? ഏയ്, നല്ല സുഖം. മരുമക്കൾ അമ്മായിയമ്മേ ഒരുക്കാൻ തീരുമാനിച്ച് തന്നെ ഇറങ്ങിയിരിക്കുവല്ലേ? പിന്നെ അല്ലാതെ ഞങ്ങള് നിന്നെ ഒരുക്കിയേ അടങ്ങും. മാലയിട്. പതിയെ പതിയെ. കഴുത്ത്. അയ്യോ, അത് അങ്ങനെയല്ല, അങ്ങനെയല്ലെന്ന്. വിട്ട് ഞാനിടാം. അങ്ങനെയല്ല, ഇങ്ങനെയാണ്. എന്നാ പോവാം. ഇവളുമാർക്കൊരു പണി കൊടുത്താലോ? എന്താലോചിച്ച് നിക്ക? വാ പോവാം. അയ്യോ, കാല് കാല് കാലേ. എന്തു പറ്റി? കാല് പോയി, കാലുളുക്കി. എന്തൊരു വേദന. അയ്യോ, പറ്റുന്നില്ല, എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. മരുമക്കളെ ഒന്ന് പിടിച്ചേ. തനിയെ ഒന്ന് എണീക്കാൻ നോക്ക്. അയ്യോ, എനിക്ക് പറ്റാത്തോണ്ടാ. അയ്യോ, പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല. കാലിന്റെ പാദം അനക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഒന്ന് പിടിക്കേ. പിടിക്ക്. അയ്യോ അമ്മച്ചി, അയ്യോ. അയ്യോ, നടക്കാൻ പറ്റുന്നില്ല. മരുമക്കളെ ഒന്ന് നല്ലോണം താങ്ങി പിടിച്ചേ. എന്നാ പിന്നെ കാല് വയ്യെങ്കി ഇവിടെ ഇരുന്നോ. ഞങ്ങൾ ചെന്ന് ഉമ്മയോട് പറയാം. അയ്യോ, അത് വേണ്ട. DKക്ക് വിഷമാവും. ഇന്ന് ഞങ്ങളുടെ ലൈഫ് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ അല്ലേ? ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഒന്ന് താങ്ങി പിടിച്ചാ മതി. ഇങ്ങനെ നമുക്ക് താഴത്തേക്ക് പോവാം. അയ്യോ, ഇങ്ങനെയല്ല.
ഇനി പോയിക്കോ. അയ്യോ എന്റെ കാലേ, എന്തൊരു സുഖം. അയ്യോ. നോ മൈ സൺ, അങ്ങനെ വരില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. നീ വന്നേ പറ്റൂ. യു മസ്റ്റ് കം. അമ്മ നിർബന്ധിക്കണ്ട, ഞാൻ വരില്ല. എടാ കണ്ണ, ഞാനല്ല നിർബന്ധിക്കുന്നത്, നിന്റെ സുപ്രിയാണ്. ഇല്ല, സുപ്രിയ ഒരിക്കലും ഇങ്ങനെ പറയില്ല. അമ്മയുടെ മുമ്പിൽ വെച്ചല്ലേ ആ ബേക്കറിക്കാരി വന്ന് കയറിയപ്പോ അവളുമായിട്ട് ഞാൻ വഴക്കിട്ടത്. അവളുടെ മുഖം കാണുന്ന പോലും എനിക്കിഷ്ടമല്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? പിന്നെ എങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ ചടങ്ങിൽ പങ്കെടുക്കും? മൈ സൺ, യു ആർ ലക്കി. ജ്യോതി ഈസ് ഗുഡ് ഗേൾ. അണ്ടർസ്റ്റാൻഡ് ജ്യോതി. അമ്മ എന്താ ഉദ്ദേശിച്ചത്? നീ അവളെ മനസ്സിലാക്കണമെന്ന്. അതോടെ നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും. അമ്മേ, അമ്മ വിചാരിക്കുന്ന പോലെ അല്ല സത്യം. ആ ബേക്കറിക്കാരി നമ്മുടെ വീട്ടിൽ ഒരു താൽക്കാലിക താമസക്കാരി മാത്രമാണ്. സ്വന്തം തെറ്റ് ഏറ്റുപറഞ്ഞ് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ദിവസം വരും. അതോടെ എല്ലാം അവസാനിക്കും. ഈ ചടങ്ങിന്റെ ഒരു പ്രയോജനവും ആർക്കും കിട്ടില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? മോനെ, ഒന്ന് നീ മനസ്സിലാക്കണം. ഈശ്വരൻ കൂട്ടിച്ചേർക്കാതെ ഈ ഭൂമിയിൽ ഒരു ബന്ധവും നടക്കില്ല. ആശ്രമത്തിൽ നിന്ന് വസുന്ധരാദേവി പൂജിച്ചു കൊടുത്തയച്ച ചരട അത് നിങ്ങൾ പരസ്പരം കൈമാറി വേണം കയ്യിൽ കെട്ടാൻ. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് നീ കേട്ടെ. വന്നേ. അമ്മേ, നോ, ആദ്യം അമ്മ അനുസരിക്കണം. യു അണ്ടർസ്റ്റാൻഡ്? ഗോ ടു പൂജാമുറി. ഗോ. എന്റെ കണ്ണ, അവന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ നീ തന്നെ തോണ. കൃഷ്ണ, ഗുരുവായൂരപ്പ. ഇവിടെ നിർത്താം. ഇനി പതുക്കെ നടന്നിറങ്ങോ, അത് മതി. ഇനി കൈവരി പിടിച്ചങ്ങ് ഇറങ്ങിയാ മതി. അയ്യോ പറ്റില്ല പറ്റില്ല, എനിക്ക് നിക്കാനേ പറ്റില്ല. രണ്ടു കാലം നല്ല വേദനയുണ്ട്. മരുമക്കളെ താങ്ങി പിടിച്ചോണേ. ഇറക്കിറക്ക. ഓ, എന്തൊരു മുടിഞ്ഞ ഭാരം. നല്ല നെയ്ക്കൊമ്പളങ്ങിയ പോലെ ഇരിക്കുന്ന വെറുതെ അല്ല, കുറച്ചൊന്നും ആയിരിക്കില്ല തിന്നുന്നത്. അയ്യോ നടക്ക്. എത്രയെന്ന് വെച്ചാ ഇങ്ങനെ ഭാരം താങ്ങി നിക്കുന്നേ? ഓ, നിന്റെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരമല്ല നീ ഒറ്റക്കാണ് വിട്ടൊഴുങ്ങുന്നത്. ഒരു കിണ്ടൽ ചാക്കിന്റെ കട്ടയുണ്ടല്ലോ. ഇനി ഇറങ്ങി അങ്ങ് നടന്നാ മതി. അയ്യോ തറവെക്കില്ലേ തറവെക്കില്ലേ. അയ്യോ കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ. അയ്യോ, എനിക്ക് കാല് തറയിൽ കുത്താൻ വയ്യാത്തോണ്ടാ മരുമക്കളെ. തരേച്ചി സൂക്ഷിച്ചു പിടിച്ചോ. ഇനി കൈവിട്ട് താഴെ പോയാ അതിനും കൂടെ സമാധാനം പറയേണ്ടി വരും. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. എപ്പോഴെങ്കിലും നിങ്ങൾ ആരുടെയെങ്കിലും കാലിന് വയ്യാതായി കഴിഞ്ഞാ ഇതേപോലെ ഞാനും തിരിച്ച് സഹായിച്ചേക്കാം. ഓക്കെ? അപ്പൊ വണ്ടി പോട്ടെ. പോട്ടെ, നടക്ക്. വേഗം പോട്ടെ. ഇവിടെ വേണമെങ്കിൽ നിർത്തിക്കോ. നോക്കിക്കേ, ഇപ്പൊ എനിക്ക് വേദനയില്ല. എന്റെ കൃഷ്ണ, നോക്ക് മരുമക്കളെ, എന്റെ കാല് ശരിയായി. ഓഹോ, അപ്പൊ നീ ഞങ്ങളെ പറ്റിച്ചതാ അല്ലടി അസത്തെ? ഇതിന്റെ പണി ഞങ്ങൾ നിനക്ക് തിരിച്ചു വരും, നോക്കിക്കോ. ഓ ആയിക്കോട്ടെ, തൽക്കാലം ഞാനിപ്പോ ഇവിടെ ഇരിക്കാം. എഴുന്നേക്കടി. ആഹാ, ഞങ്ങളുടെ അമ്മായിയമ്മയുടെ സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യത നിനക്കില്ല. മര്യാദക്ക് എഴുന്നേറ്റ് പൊയ്ക്കോടി. ഹലോ ഹലോ, മൂത്ത മരുമോളെ, വെറുതെ എന്നോട് കയറി ഉടക്കാൻ വരരുതട്ടോ. നിങ്ങളുടെ അമ്മായി അച്ഛന്റെ ഒരേ ഒരു ഭാര്യ ഇപ്പൊ ഞാൻ, അത് മറക്കരുത്. നീ നടത്തിയ കള്ളക്കല്യാണം DK പോലും അംഗീകരിച്ചിട്ടില്ല, പിന്നല്ലേ ഞങ്ങള്.
ഈ പൂജയിൽ നീ പങ്കെടുക്കണ്ട. ഇറങ്ങി പോടി. ആരാണു നീ രാവെഴുതും താരകയോ? ആരാണു നീ വാർമഴവില്ലോ? ഉരുകിടുമെന്നുള്ളം പ്രണയനിലാവേഗം ഒരു മഴയായി പെയ്യാം നിന്നിൽ ഞാൻ. ഒരു കടലായി മൗനം മൊഴി തിരയും നേരം അറിയൂ